ജയശങ്കർ സാറിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. സത്യത്തില് സിദ്ധു കാരണ ആ വീട് അവർക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷെ അതിന്റെ യാതൊരു തലക്കനവും സിദ്ധുവിന്റെ വാക്കുകളിലില്ല കേട്ടോ. അങ്ങനെ മോളെ സംസ്കാരമുള്ളവരെ. ഓ, സംസ്കാരത്തെ കുറിച്ചൊന്നും നീ പ്രസംഗിക്കണ്ട. കണ്ണീ കണ്ട കള്ളന്മാർക്കും കൊലപാതകൾക്കും നിയമോപദേശം നൽകുകയല്ലേ അവന്റെ ജോലി. സിദ്ധുവിന്റെ അവന്റെ മഹത്വമൊന്നും ഇവിടെ പ്രസംഗിക്കണ്ട. ഇത് അസൂയ. എനിക്കൊരു അസൂയയില്ല. അച്ചോടോ, സിദ്ധുവിനെക്കാളും എന്തുകൊണ്ട് നല്ലത് ശരത്തുമോന. ഇവൾക്കല്ല, നിത്യയ്ക്കാ നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നേ. കാണാം. കാണാനൊന്നുമില്ല, അങ്ങനെ സംഭവിക്കും. പിന്നെ ഇവള് കേസ് ജയിച്ചു എന്ന് പറഞ്ഞത് ഡോക്ടറെ, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുന്നു. അങ്ങനെ കൂട്ടിയാ മതി ഈ നേട്ടത്തെ. ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുവെന്ന അമ്മ പുരാണം വിട്ട് ബൈബിളിൽ കൈവച്ചു തുടങ്ങിയോ? പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യേ, ഖുറാനും കൂടെ ഒന്ന് നോക്കിക്കൂ. എല്ലാ മതങ്ങളും പറയുന്നത് ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെ. ഈ കേസ് ജയിച്ച അതിന്റെ ഗുണം ആർക്കാണെന്നറിയാവോ അമ്മയ്ക്ക്? ദേവിയെ മോക്ക. സിദ്ധുവിന്റെ വില കൂടത്തല്ലേ ഉള്ളൂ. അത് സഹായിക്കുന്നതേ ദേവിക മോളെ തന്നെയല്ലേ. എലിവാല് പോലെ നശിക്കാൻ അധിക സമയമൊന്നും വേണ്ട മനോഹര. എന്ത് ചെയ്യുമ്പോഴും അത് ഓർക്കുന്നത് നന്നായിരിക്കും. ഈ പ്രായത്തിൽ എന്തൊരു കുശുമ്പ. അത് ശരി, ഇറങ്ങാൻ പോവാണോ? അതെ. അപ്പോ എന്റെ കൂടെയുള്ള ജീവിതം പെട്ടെന്ന് മടുത്തോ? പോടാ. ഞാനേ അവിടെ ഉണ്ടാവണ്ടേ, അതുകൊണ്ടാ പോകുന്നേ. തങ്കച്ചി ഇനി ഇറക്കി വിട്ടാലോ? ഇനി അവർക്കതിന് പറ്റുമോ? ആർഡിയോയുടെ ഓർഡർ ഇല്ലേ? എന്റെ മമ്മ, ആ ഓർഡർ താൽക്കാലിക ഓർഡറാ. തങ്കച്ചിക്ക് കോടതിയിൽ പോവല്ലോ.